നമസ്കാരം. ഇലക്ഷൻ തിയേറ്ററിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 13 ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിന് ഇനി 13 ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്. അതിനുശേഷം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ മത്സരത്തിനെയും ഒപ്പം അതിൻ്റെ മുൻകാല ചരിത്രത്തെയും പരിശോധിക്കുകയാണ് ഇലക്ഷൻ തിയേറ്റർ. ഒപ്പം രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ദിവസങ്ങളിൽ ഇലക്ഷൻ തിയേറ്റർ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന, പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെ രാഷ്ട്രീയമായ അന്തരീക്ഷവും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഡാറ്റയും ഒക്കെ കണ്ടു. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലമാണ്. ആദ്യം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം നമുക്കറിയാം 2 തവണയായി UDFിൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ്. അതേസമയം LDFിന് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ഘടന നോക്കിയാൽ LDFിന് പ്രാധാന്യമുള്ള മണ്ഡലവുമാണ്. ഇത്തവണ വലിയ പോരാട്ടം നടക്കുന്ന, പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യം എങ്ങനെയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അതെങ്ങനെ മാറി മറിഞ്ഞു എന്നിവ പരിശോധിക്കുന്നു. അത് ഏതൊക്കെ പ്രധാനപ്പെട്ട കക്ഷികൾക്ക് അനുഗുണമാം വിധം പ്രവർത്തിക്കുമെന്ന്. നമുക്ക് ആദ്യം പോകേണ്ടത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരുന്നു എന്നാണ്. അതിൽ എത്രത്തോളം വോട്ടിംഗ് ശതമാനമുണ്ടായിരുന്നു, ഒപ്പം ഏതൊക്കെ മണ്ഡലങ്ങളിലെ ആളുകൾ എങ്ങനെയൊക്കെ ചിന്തിച്ചുവെന്ന്. 79.79% കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിലുണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. ഈ വിശദാംശങ്ങൾ നോക്കിയാൽ UDFിന് 3,97,615 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. 40.36% അവരുടെ വോട്ട് വിഹിതം. LDFിന് 33,80,732 വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ 42.15% വോട്ട് ഉണ്ടായിരുന്നു LDFിന് എന്ന് ശ്രദ്ധേയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഘടനാപരമായി ഇത് LDFിൻ്റെ മണ്ഡലമാണെന്നുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. പക്ഷെ വിജയത്തിലേക്ക് എത്താനായില്ല. NDA 1,15,760 വോട്ട് നേടി. 12.27% NDAക്ക് സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ട് വിഹിതം. 16,883 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോഴത്തെ MP ആയ MK രാഘവൻ എന്ന UDFിന് വേണ്ടി കോഴിക്കോടിനെ നിലനിർത്തിയത്. എന്താണ് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കിതായിരുന്നുവെങ്കിൽ 2016 പൂർത്തിയായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ മണ്ഡലം, അതായത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. ആ നിയമസഭാ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ആളുകൾ ചിന്തിച്ചതെന്നാണ് നമ്മുടെ അടുത്ത പരിശോധനാ വിഷയം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി 667 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി UDFിനൊപ്പമായിരുന്നു എന്ന് കാണാം. കോഴിക്കോട് നോർത്ത് 11,519 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി കോഴിക്കോടിനൊപ്പമായിരുന്നു. കോഴിക്കോട് സൗത്ത് 5,216 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി UDFിനൊപ്പമായിരുന്നു. കൊടുവള്ളി 16,599 വോട്ടെന്ന വലിയ ഭൂരിപക്ഷവുമായി UDFിനൊപ്പം നിന്നു. അതേസമയം 2016 വന്നാൽ, 2016 വരുമ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി UDFിൽ നിന്ന് പോവുകയും 15,464 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF ആ മണ്ഡലത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് കാണേണ്ടുന്ന കാര്യം. കോഴിക്കോട് നോർത്തിൽ UDFിനായിരുന്നു ഭൂരിപക്ഷം 11,519 വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിൽ 27,873 വോട്ടിൻ്റെ ഭൂരിപക്ഷം കോഴിക്കോട് നോർത്തിൽ പിന്നീട് LDF നേടി അവിടെ വിജയിക്കുന്ന നില കണ്ടു. കോഴിക്കോട് സൗത്തിൽ 5,216 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. 2016 6,327 എന്ന നിലയിലേക്ക് മാറി. കൊടുവള്ളിയിൽ 16,599 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2014 ഉണ്ടായിരുന്നുവെങ്കിൽ 573 വോട്ടിലേക്ക് ആ ഭൂരിപക്ഷം, അതായത് ഭൂരിപക്ഷം LDFിലേക്ക് മാറുകയും അത് 573 വോട്ട് അതിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ഇനി 3 മണ്ഡലങ്ങൾ കൂടി ബാക്കിയുണ്ട്: എലത്തൂരും ബേപ്പൂരും കുന്നമംഗലവും. എലത്തൂരിൽ LDFിനായിരുന്നു നേരത്തെയും, എലത്തൂരും ബേപ്പൂരും കുന്നമംഗലവും ഈ 3 മണ്ഡലങ്ങളിലും LDFിന് തന്നെയായിരുന്നു നേരത്തെയും ഇപ്പോഴും മേൽക്കൈ. എലത്തൂരിൽ ലോക്സഭയിൽ 5,449 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്കുണ്ട്. 2016 നിയമസഭയിൽ 29,057 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ബേപ്പൂരിൽ 1,768 ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അത് നിയമസഭയിലേക്ക് വരുമ്പോൾ 14,363 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. കുന്നമംഗലത്ത് 220 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ 11,205 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്ക് നേടാൻ കഴിഞ്ഞുവെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ മത്സരമെന്ന് പറയാം അക്ഷരാർത്ഥത്തിൽ കോഴിക്കോടിനെ കുറിച്ച്. കാരണം അതിൻ്റെ രാഷ്ട്രീയ ഘടന ഈ ഘട്ടങ്ങളിൽ അങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് ചില അഭിപ്രായങ്ങളിലേക്ക് തന്നെ പോവേണ്ടതുണ്ട്. ഇനി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവരുടെ ആത്മവിശ്വാസം, അവരുടെ പ്രതീക്ഷ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നതെന്ന് നോക്കാം. ശക്തമായൊരു അടിത്തറ ഉണ്ടാക്കാൻ 10 കൊല്ലം കൊണ്ട് MP എന്ന നിലയ്ക്ക് ശ്രീ രാഘവന് സാധിച്ചിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. വികസനത്തിൻ്റെ പാതയിൽ ഏറെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് സഖാവ് A. പ്രദീപ് കുമാർ. അദ്ദേഹം കോഴിക്കോട് പട്ടണത്തിലെ MLA എന്നുള്ള നിലയിൽ കഴിഞ്ഞ
12 വർഷം നടത്തിയ ഇടപെടലുകൾ ഇടതുപക്ഷ വികസനത്തിൻ്റെ പ്രതീകമാണ് സഖാവേ പ്രദീപ് കുമാർ. വികസനത്തിൻ്റെ മോഡലായി അദ്ദേഹത്തെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുവാനുള്ള കാരണമായി മാറും. ഓക്കെ, ഇവരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇനി നമുക്ക് മാധ്യമപ്രവർത്തകനായ ശ്രീ ഉമർ പുതിയോട്ടിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത് നോക്കാം. ഇത്തവണ ഒരു ദ്വന്ദ്വയുദ്ധം തന്നെയാണ് നടക്കുന്നത്. എല്ലാം കൊണ്ടും ജനകീയരായ 2 നേതാക്കന്മാർ. MP എന്ന നിലയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇപ്പം കോഴിക്കോടിലെ നമ്മൾ പറഞ്ഞ ത്രിതല ക്യാൻസർ സെൻറ്റർ ഉൾപ്പെടെയുള്ള വികസന കാര്യത്തിൽ രാഘവൻ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. ആ നിലക്ക് അദ്ദേഹത്തിന് അനുകൂലമാണ് അവസ്ഥ. പാർട്ടിയിലും വിഭാഗീയത അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നേരത്തെ വളരെ അഡ്വാൻസായിട്ട് തന്നെ പാർട്ടി അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അത് നേരിടാനായിരുന്നു ഏറ്റവും ജനകീയനായ CPM-ൽ കിട്ടാവുന്നതിൽ ഏറ്റവും ജനകീയനായ പ്രദീപ് കുമാറിനെ രംഗത്തിറക്കിയത്. ഒളിക്യാമറ വിവാദമാണ് ഇന്ന് UDF കേന്ദ്രങ്ങൾ UDF ക്യാമ്പ് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം. UDF വോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയമായിട്ടാണ് അവർ നേരിടുന്നത്. ഈ CPM ആണ് ഇതിന് പിന്നിലെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും CPM ഇതിനെ രാഷ്ട്രീയമായി വല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അതേസമയം ഇതിനെ നിയമപരമായി നേരിടും എന്നാണ് CPM പക്ഷത്തിൽ നിന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചില ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് പോകണം. KR സാജു കോഴിക്കോട് ബ്യൂറോയിൽ നിന്നും തത്സമയമുണ്ട്. സാജു, കോഴിക്കോട് മണ്ഡലം വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ പ്രവചനാതീതമായി മാറിയിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും രാഘവനെതിരായിട്ടുള്ള അഴിമതി ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് വലിയ തോതിൽ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു മാസം മുമ്പൊക്കെ എടുത്താൽ UDFന്റെ ഷുവർ സീറ്റ് എന്ന് വിചാരിച്ചിരുന്ന മണ്ഡലമാണത്. രാഘവന്റെ വ്യക്തിപ്രഭയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ആകെ തന്നെ മാറിയിരിക്കുന്നു. എന്താണ് കോഴിക്കോട്ടെ ഇപ്പോഴത്തെ സ്ഥിതി? നിഷാദ് പറഞ്ഞതുപോലെ തന്നെ ഫലം ഒരു പ്രവചനാതീതമായ ഘട്ടത്തിലൂടെയാണ് കോഴിക്കോട് കടന്നു പോകുന്നതെന്ന് പറയാം. മാസങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയിൽ MK രാഘവൻ എന്ന UDF സ്ഥാനാർത്ഥിക്ക് വളരെ വ്യക്തമായ മുൻതൂക്കം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിലൂടെ ഉണ്ടായിരുന്നു. തങ്ങളുടെ തട്ടകം തിരിച്ചുപിടിക്കാനായി LDF അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ അത് മണ്ഡലത്തിൽ നിന്ന് തന്നെയാവണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രദീപ് കുമാർ MLA രംഗത്തിറക്കിയത്. ഇതോടുകൂടിയാണ് കോഴിക്കോട്ടെ മത്സരം ഒരു കടുത്തതായി മാറിയത്. എന്നാൽ അതിനു പിന്നാലെ ആ ത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കോഴിക്കോട് കടന്നു പോകുന്നത്. പ്രധാനമായും MK രാഘവനെതിരെ UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഹിന്ദി ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷൻ, അതിന് പിന്നാലെ MK രാഘവന്റെ നാമനിർദ്ദേശ പത്രികയിൽ ബാധ്യത സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെച്ചു. അതുകൊണ്ട് നാമനിർദ്ദേശ പത്രിക തന്നെ റദ്ദ് ചെയ്യണമെന്ന ആവശ്യവുമായി ഇപ്പോൾ വീണ്ടും LDF രംഗത്തെത്തിയിരിക്കുന്നു. ഇങ്ങനെ സജീവമായി വിവാദങ്ങൾ നിലനിർത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം മുതൽ LDF ചെയ്തു വരുന്നത്. ഒപ്പം തന്നെ ഒരു കോലീബി സഖ്യമുണ്ട് എന്ന പ്രചരണവും LDF നടത്തി. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ പ്രചരണ പ്രവർത്തനങ്ങളുമായി LDF മുന്നോട്ട് പോകുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘടനാശേഷിയുള്ള മണ്ഡലമാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം. മറുപക്ഷത്ത് UDFനാകട്ടെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സംഘടനാശേഷി വളരെ ദുർബലമായ ജില്ല തന്നെയാണ് കോഴിക്കോട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സംഘടനാശേഷി LDFന് വലിയ തോതിലുണ്ട്. അതേസമയം കോൺഗ്രസിന് അത് ദുർബലമാണ്. കോൺഗ്രസ് പക്ഷേ വിജയിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ്. ആ വ്യക്തിപ്രഭാവത്തിന് ഏൽക്കുന്ന ഏതൊരു പരിക്കും അവരുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നാണ്. അങ്ങനെ വലിയ പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില ചാനൽ ഓൾ ക്യാമറ ഓപ്പറേഷൻസ് ഒക്കെ പുറത്തു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ മത്സരം മാറിയിട്ടുണ്ട് എന്നാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലമാണ്. UDFന്റെ കയ്യിൽ 2 ടേമായി UDFന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. ഇത്തവണ ചിറ്റയം ഗോപകുമാർ എന്ന കരുത്തനായ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചുകൊണ്ട് വലിയ ഫൈറ്റിന് തന്നെ മുഖം തുറന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ കവാടം തുറന്നിരിക്കുകയാണ്. അവിടെ LDF വലിയ പോരാട്ടം നടക്കുന്നെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന മണ്ഡലങ്ങളൊന്നാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വലിയ ഫൈറ്റുണ്ട്, പ്രവചനാതീതമാണ് എന്ന് മനസ്സിലാവുന്ന ഒരു മണിക്കൂറിലാണ് സത്യത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഏതായാലും വലിയ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. നമുക്ക് ഇതിലേക്ക് ആ ഫോർമാറ്റിലേക്ക് തന്നെ പോവുകയാണ്. നമുക്ക് പരിശോധിക്കേണ്ടത് ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ എന്നാണ്. 70.99% മാവേലിക്കരയിലെ വോട്ടിംഗ് ശതമാനം. തെറ്റില്ലാത്ത ഒന്നാണത്. ഇനി നമുക്ക് വോട്ടുകളുടെ വിഹിതം നോക്കാം. UDF 4,02,432 വോട്ടാണ് UDF കഴിഞ്ഞ തവണ നേടിയത്. കൊടുക്കുന്നൊരു സുരേഷ് 45.25% വോട്ടായിരുന്നു സമാഹരിച്ചത്. LDF ആണെങ്കിൽ 3,69,695 വോട്ട് നേടി 41.57% വോട്ട് വിഹിതം.
NDA BJP മുന്നണിക്ക് 79,743 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. 8.97% ആകെ NDAക്ക് സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ നോക്കൂ, ഭൂരിപക്ഷം 32,737 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി കൊടുക്കുന്ന സുരേഷിന് കഴിഞ്ഞ തവണ നേടാൻ കഴിഞ്ഞത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം പരിശോധിക്കാം. 2016ലെയും 2014ലെയും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വ്യത്യാസങ്ങൾ നോക്കേണ്ടത്. കാരണം ഇതിനകത്തുള്ള ആകെ 7 മണ്ഡലങ്ങളാണ്. 7 മണ്ഡലങ്ങളിലെ സാഹചര്യം പരിശോധിച്ചാൽ 2014 ചങ്ങനാശ്ശേരിക്ക് 10,396 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFിനുണ്ടായിരുന്നെങ്കിൽ അത് 1,829 കുറഞ്ഞു 2016. കുട്ടനാടിൽ 1,195 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2014 ഉണ്ടായിരുന്നുവെങ്കിൽ അത് നഷ്ടപ്പെട്ടു. മണ്ഡലം 2016ലേക്ക് വരുമ്പോൾ 4,891 വോട്ട് ആണ് LDF അവിടെ നേടിയത് പിന്നെ ഭൂരിപക്ഷമായി. മാവേലിക്കരയിൽ LDFിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു 6,400 സംതിങ് വോട്ട്, 669 വോട്ട് എന്നത് അവർ 39,452 നിലയിലേക്ക് കൂട്ടി. ചെങ്ങന്നൂരാണെന്നെങ്കിൽ UDFിൻ്റെ കയ്യിലായിരുന്നു 7,818 വോട്ട്, അത് 2016ലേക്ക് വരുമ്പോൾ 7,983 വോട്ട് എന്ന പേരിൽ ലെഫ്റ്റ് അവരുടെ മണ്ഡലമാക്കി എടുത്തു എന്നാണ് പ്രത്യേകത. അടുത്ത നോക്കാം, ഈ 4 മണ്ഡലങ്ങൾ പൂർത്തിയാകുമ്പോൾ ബാക്കി 3 മണ്ഡലങ്ങൾ കൂടി ഇനി അവിടെ അവശേഷിക്കുന്നുണ്ട്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ചങ്ങനാശ്ശേരിയും കുട്ടനാടും കഴിഞ്ഞാൽ പിന്നെയുള്ള കുന്നത്തൂരും കൊട്ടാരക്കരയും പത്തനാപുരവുമാണ്. കുന്നത്തൂര് 87 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായിരുന്നുള്ളൂ. അത് 20,529 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് 2016 LDF നേടിയെടുത്തു. കൊട്ടാരക്കരയിൽ 4,645 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അത് LDF പിന്നെ പിടിച്ചെടുത്തത് 42,632 വോട്ടുമായിട്ടാണ്. പത്തനാപുരത്ത് UDFിന് 14,919 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് 2016ലേക്ക് വരുമ്പോൾ 24,562 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി ആ മണ്ഡലം എടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ LDFിന് വലിയ പ്രതീക്ഷ ഇപ്പോൾ മാവേലിക്കരയിലുണ്ട്. ചുറ്റയം ഗോപകുമാറിനെ പോലും വളരെ പ്രധാനപ്പെട്ട സ്വഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഇനി കൊടുക്കുന്നിൽ സുരേഷ് ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. പത്തനാപുരം മുതൽ കൈനഗിരി വരെ അശാസ്ത്രീയമായി വെട്ടുനുറുക്കി ഉണ്ടാക്കിയ ഈ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ജനങ്ങളുടെ സുഖദുഃഖത്തിലും അദ്ദേഹം പങ്കുചേരുന്നുണ്ട്. പാർലമെന്റിനകത്ത് നിയമനിർമ്മാണത്തിൽ അദ്ദേഹം നൽകുന്ന പ്രാധാന്യം, അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ, പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. UDF ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷ് നല്ല ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ നല്ല ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം നേടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ അടിസ്ഥാനപരമായ ഒരു കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന രംഗത്തെ നേട്ടങ്ങൾ തന്നെയാണ്. ഈ മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തന നേതൃത്വം കൊടുക്കാത്ത പാർലമെന്റ് അംഗത്തിന്റെ പ്രവർത്തന രംഗത്തെ പരാജയം അത് വലിയ തോതിൽ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മുന്നണികളുടെ പ്രതീക്ഷകൾ അതാണ്. ഇനി നമുക്ക് മാധ്യമപ്രവർത്തകൻ CP റഹീം മാവേലിക്കരയിലെ സാഹചര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നു. അത് കേൾക്കാം. അദ്ദേഹത്തിന്റെ കമന്റ് എന്താണെന്ന്. മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ച് ഇവിടുത്തെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ, ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ, ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ, പിന്നെ നമ്മളുടെ ശബരിമല വിഷയവും ഈ രാഷ്ട്രീയ രംഗത്ത് സമീപകാലത്ത് വന്ന മാറ്റങ്ങളും ഈ പ്രളയവും ഒക്കെ അടിയൊഴുക്കായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ UDF സ്ഥാനാർത്ഥി നേരിടുന്ന ഒരു വലിയ പ്രതികൂല ഘടകം അദ്ദേഹത്തിന്റെ വികസന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മുന്നോട്ട് ധാരാളം പറയാനുണ്ടാകും. പ്രത്യേകം റെയിൽവേ മേഖലയിലും അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാനായിട്ടിരുന്ന R ബാലകൃഷ്ണപിള്ളയും കൂട്ടരും ഇന്ന് LDFിന്റെ ഭാഗമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കൊട്ടാരക്കര പത്തനാപുരം മേഖലയിൽ R ബാലകൃഷ്ണപിള്ളയ്ക്കും KB ഗണേഷ്കുമാറിനും സ്വാധീനമുണ്ട്. ഇത് ഈ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യത്യാസമാണ്. അത് നമുക്ക് കാണാതിരുന്നു കൂടാ. LDF സ്ഥാനാർത്ഥി നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത് കുട്ടനാട് മേഖലയിൽ വളരെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് NCP. അതിൽ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ചാണ്ടി മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിന് കാരണമായത് CPIയുടെ ശക്തമായ ഇടപെടലാണ്. അപ്പോൾ NCP പ്രവർത്തകരും അവിടുത്തെ കുട്ടനാട് MLA തന്നെയും CPI സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ചിറ്റയം ഗോപകുമാറിനോട് അസ്വാരസ്യമുണ്ട്, അസ്വസ്ഥതയുണ്ട് എന്നുള്ളത് വളരെ വെളിവാക്കപ്പെട്ടൊരു കാര്യമാണ്. അത് പക്ഷേ ഏതൊക്കെ തരത്തിൽ ഇതിൽ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമേ അതിനെ വിശകലനം ചെയ്യാൻ പറ്റുകയുള്ളൂ.
അതാണ് അക്കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം. യു ഷൈജു ഞങ്ങളുടെ ലേഖകൻ ഇപ്പോൾ മാവേലിക്കരയിൽ തത്സമയം. ഷൈജു, എന്താണ് മാവേലിക്കരയിലെ സാഹചര്യം എന്നതിനെക്കുറിച്ച് വിശദമാക്കും. ഷൈജു, ഇപ്പോഴത്തെ ഈ ദിവസം മാവേലിക്കരയിൽ നിൽക്കുന്ന ഒരു ട്രെൻഡ് എന്താണ്? അവിടുത്തെ പൊതുവിഷയങ്ങൾ എന്തൊക്കെയാണ്? ആർക്കെങ്കിലും പ്രത്യേകമായ മുൻതൂക്കം ഇപ്പോൾ അവിടെ അവകാശപ്പെടാൻ കഴിയുമോ? നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാവേലിക്കരെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിക്ക് ഇത്തവണ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ചങ്ങനാശ്ശേരി ഒഴികെ മറ്റ് 6 നിയമസഭാ നിയോജക മണ്ഡലങ്ങളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ നേടിയെടുത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് വന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമുണ്ടാക്കും എന്ന് തന്നെയാണ് ഇടതുമുന്നണി കരുതുന്നത്. ചിറ്റയം ഗോപകുമാർ അടൂർ MLA ആണ്. അദ്ദേഹം അടൂർ MLA എന്ന തരത്തിൽ, അതായത് അടൂർ അസംബ്ലി മണ്ഡലം ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നതല്ല എങ്കിൽ പോലും ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന കൊട്ടാരക്കര സ്വദേശിയാണ് അദ്ദേഹം. കൊട്ടാരക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ആ അർത്ഥത്തിൽ ചിറ്റയം ഗോപകുമാർ ഈ മണ്ഡലത്തിലെ താമസക്കാരനാണ്, ഈ മണ്ഡലംകാരനാണ് എന്നതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ 2 ടേമായി 10 വർഷമായി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ്, അതായത് കൊട്ടാരക്കര, പത്തനാപുരം കൂടി ഉൾപ്പെടുന്ന അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലം അദ്ദേഹം പ്രതിനിധീകരിച്ചതാണ്. ഈ മണ്ഡലത്തിലെ പരിചിത മുഖമാണ് അദ്ദേഹം. വികസനങ്ങളെ സംബന്ധിച്ചിടത്തോളം MP ഇടപെട്ടിട്ടില്ല എന്നൊരു ആരോപണം ഇടതുമുന്നണി ഉന്നയിക്കുന്നുണ്ട്. ഈ ഉന്നയിക്കുന്ന ആരോപണത്തിൽ കഴിഞ്ഞ പ്രളയകാലത്തടക്കം MP പ്രവർത്തനങ്ങൾ കൃത്യമായിരുന്നില്ല എന്ന ഒരു ആരോപണം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പ്രതീക്ഷ വെക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വോട്ടിംഗ് നിലയാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നതാണ്. അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട വസ്തുത, BJP സ്ഥാനാർത്ഥിയില്ല എന്നതാണ്. ഘടകകക്ഷിയായ NDAയുടെ ഘടകകക്ഷിയായ BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ തഴവ സഹദേവനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വോട്ട്, അതായത് BJPക്ക് ലഭിക്കേണ്ടുന്ന വോട്ടുകൾ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചാൽ അത്തരമൊരു സാധ്യതയിലൂടെ ജയിച്ചു കയറാം എന്ന ഒരു സാധ്യതയും UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ ഇരു മുന്നണികളും കടുത്ത പോരാട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ എന്നത് വളരെ കൃത്യമായി നമുക്കിപ്പോൾ പറയാൻ കഴിയും. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ, ഇതിനു മുൻപുള്ള ഡേറ്റ എന്നിവയെ നമ്മൾ പരിശോധിച്ചത്. നമുക്കിനി പോകാനുള്ളത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലേക്കാണ്. നിലവിൽ കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണൻ BJPയുടെ MP ആണ്. ഇത്തവണ വലിയ പോരാട്ടം അവിടെ നടക്കുന്നു. തമിഴ്നാട്ടിലെ സാഹചര്യം നമുക്കറിയാം. DMK വലിയ കരുത്ത് കാട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് സത്യത്തിൽ തമിഴ്നാട്ടിലുള്ളത്. കോൺഗ്രസിന്റെ വസന്തകുമാറാണ് അവിടെ മത്സരിക്കുന്നത് കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണനെതിരെ. DMK മുന്നണിയിലാണ് കോൺഗ്രസും CPM എല്ലാം അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന പാർട്ടികൾ അവിടെ ഒരുമിച്ച് വോട്ട് തേടുന്നു എന്ന പ്രത്യേകത കൂടി കന്യാകുമാരിക്കുണ്ട്. കന്യാകുമാരിയിൽ BJPക്ക് സൗത്ത് ഇന്ത്യയിൽ ഒരു ശ്രദ്ധേയമായ വിജയം ആവർത്തിക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട് രാഷ്ട്രീയ ഇന്ത്യ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് കഥ എങ്ങനെയാണെന്ന് നോക്കാം. 2014 പൊൻ രാധാകൃഷ്ണൻ BJPക്ക് വേണ്ടി നേടിയത് 37.6% വോട്ടാണ്. വസന്തകുമാർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 24.7% വോട്ട് നേടി. ജോൺ തങ്കം AIDMKയുടെ സ്ഥാനാർത്ഥി ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ സ്ഥാനാർത്ഥി നേടിയത് 17.8% വോട്ടാണ്. രാജരത്നം DMKയ്ക്ക് വേണ്ടി മത്സരിച്ച് 11.9% വോട്ട് നേടി. പൊൻ രാധാകൃഷ്ണൻ അവിടെ വ്യക്തമായ ലീഡുണ്ടായിരുന്നു. 24.7 എന്നതാണ് അവിടെ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞ വോട്ട്. അതേസമയം 37.6% വോട്ട് നേടി BJP അവിടെ വിജയിച്ചു. നമ്മോടൊപ്പം മനേഷ് മൂർത്തിയുണ്ട്, ചെന്നൈ പ്രതിനിധി ഞങ്ങളുടെ. മനേഷ്, എന്താണ് കന്യാകുമാരിയിൽ സ്പെസിഫിക് ആയി എടുക്കുമ്പോൾ അവിടുത്തെ ഒരു മത്സരത്തിന്റെ സാധ്യത? BJPക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. അത് ആവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവരുടെ മുൻപിലുണ്ടോ? DMK മുന്നണിയുടെ പ്രതീക്ഷ എന്തൊക്കെയാണ്? അതിന്റെ അടിസ്ഥാനം എന്തൊക്കെയാണ്? നിഷാദ്, NDAക്ക് BJPക്ക് അനുകൂല സാഹചര്യം തന്നെയാണ് കന്യാകുമാരിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തവണ NDA മത്സരിച്ചത്, അല്ലെങ്കിൽ BJP ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണ അണ്ണാ DMKയുടെ ഒരു സഖ്യം അവിടെയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണനെ സംബന്ധിച്ച് അവിടെ വലിയ രീതിയിലുള്ള എതിർപ്പുകളൊന്നുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പൊൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് 2014 തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ വിജയിക്കുകയും ചെയ്തത്. ഏതായാലും ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMKയുടെ ഒരു വലിയ പിന്തുണ അവിടെ ഉണ്ടാകുന്നു. 50% മുകളിൽ 55.40% വോട്ടുകൾ അവിടെ 2014 കണക്കുകൾ പ്രകാരം അവർക്ക് അവകാശപ്പെടാനുമുണ്ട്. 1,48,000 വരുന്ന മത്സ്യത്തൊഴിലാളികൾ
തൊഴിലാളികളുണ്ട് കന്യാകുമാരിയിൽ. അവർ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് BJPക്കെതിരെ, NDAക്കെതിരെ. അത് ഓഖി ദുരന്തം വന്നപ്പോഴും അതുപോലെ തന്നെ ഗജ ദുരന്തം വന്നപ്പോഴും ഒന്നും വലിയ രീതിയിലുള്ള സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഏതായാലും അത് BJPക്ക് എതിരായി നിൽക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന് നാടാർ സമുദായത്തിന്റെ കാര്യമാണ്. കന്യാകുമാരിയിലെ പ്രബല വിഭാഗമായ നാടാർ സമുദായത്തിൽ നിന്നുള്ള ആളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി H. വസന്തകുമാർ. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിന്റെ ഒരു സപ്പോർട്ട് ഇത്തവണ DMK സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ UPA സഖ്യത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ ഘടകം നേടുന്ന വോട്ടുകൾ, മറ്റൊന്ന് മത്സ്യത്തൊഴിലാളികൾ 1.5 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ വോട്ടുകൾ, നാടാർ സമുദായത്തിന്റെ വോട്ടുകൾ, മോദി വിരുദ്ധ തരംഗം, ഇതെല്ലാം മറികടന്ന് വേണം പൊൻ രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചു കയറാൻ. മറ്റൊന്ന് ഈ UPA സഖ്യത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഘടകങ്ങൾ അവർക്ക് സപ്പോർട്ടായിട്ടുണ്ട്. എങ്കിലും അണ്ണാ DMKക്ക് തന്നെ BJPക്ക് തന്നെ ആയിരിക്കും ഇത്തവണയും സാധ്യത എന്നാണ് പൊതുവിൽ പറയുന്നത്. വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കന്യാകുമാരിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങളെയും സാധ്യതകളെയും പരിശോധിക്കുകയായിരുന്നു നമ്മൾ. തുടരും ഇലക്ഷൻ തിയേറ്ററിൽ ഈ പ്രക്രിയ. ഇന്ന് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും നാളെ. നമസ്കാരം.